ഹലോ എവരി വൺ, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ നോക്കാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അരയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ എന്തൊക്കെ പഠിച്ചു, അര എന്താണെന്ന്, അതുപോലെ അരയിൽ എങ്ങനെ ഓരോ എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യുന്നത്, അതുപോലെ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യുന്നത്, ട്രാവേഴ്സ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഏറ്റവും ബിഗിനിങ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ മുതൽ അഡ്വാൻസിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് എ പ്രോഗ്രാം ഇൻ സി ടു സ്റ്റോർ ആൻഡ് പ്രിന്റ് എലമെന്റ്സ് ഇൻ ആൻ അറേ. ഓക്കെ, അപ്പോൾ അറേയിൽ സി എന്ന് പറയുന്ന ലാംഗ്വേജ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എങ്ങനെ എലമെന്റ്സിനെ അതായത് വാല്യൂസ് എങ്ങനെ സ്റ്റോർ ചെയ്യാം, അതുപോലെ പ്രിന്റ് ചെയ്യിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കോഡിലോട്ട് പോകാം, എങ്ങനെ അത് കോഡിൽ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്, നമുക്ക് നമ്മുടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്കൊരു അറേ വേണം. ഓക്കെ, ARR എന്ന് പറയുന്ന അറേൻ്റെ ഇവിടെ ഞാൻ എന്ത് ചെയ്യുക, സൈസ് ഞാനിവിടെ കൊടുക്കണം. ഓക്കെ, 5 എന്ന് പറയുന്ന സൈസും കൂടി അവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഞാനൊരു കമൻ്റായിട്ട് ഇവിടെ കൊടുക്കാൻ പോവാണ്. എന്താണ് കമൻറ്റ് കൊടുക്കാൻ പോകുന്നത്? ഓക്കെ, ഇവിടെ ഒരു പ്രിൻ്റ് എഫിൽ കമൻറ്റ് കൊടുക്കാൻ പോവാണ്. എന്ത് കൊടുക്കുകയാണ്, ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം, യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ഒരു കമൻറ്റ് കൊടുക്കാം. ഇൻപുട്ട് എന്ത് ചെയ്യുക, 5 എലമെൻറ്റ്സ് ഓക്കെ അതിൻ്റെ അറേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യുക, ഒരു സ്ലാഷ് n എന്ന് പറഞ്ഞ കൂടി കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ന്യൂ ലൈനിലോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇത് കൊടുക്കാം. ഓക്കെ, 5 എലമെൻറ്റ്സ് എന്ത് ചെയ്യാൻ പറയും, ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും യൂസറിനോട്. എന്നിട്ട് ഫോർ ലൂപ്പിൽ എന്ത് ചെയ്ത് കൊടുക്കണം, നമുക്ക് യൂസറിന് ഏതൊക്കെ ഇൻഡെക്സിൽ ഏതൊക്കെ വാല്യൂസ് ആണ് വെക്കുന്നതെന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കാണിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഐ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, 0ൽ നിന്നാണ്. അതുപോലെ ഐ ലെസ് ദാൻ ഏത് വരെയാണ്, 5 വരെയാണ് നമ്മുടെ സൈസ് വരുന്നത്. എന്നിട്ട് ഐ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, I++. അതിനുശേഷം ഇവിടെ പ്രിൻ്റ് എഫിൽ നമ്മൾ ഓരോ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് കൂടി നമ്മളിവിടെ യൂസറിന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളിവിടെ എന്ത് ചെയ്യും, എലമെൻ്റ് എന്ന് പറയും, ഏത് പൊസിഷനിലോട്ടാണ് ഇത് വെക്കേണ്ടത്, എലമെൻറ്റ്. ഓക്കെ ഓക്കെ എലമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, %d എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. %d എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസറിന് ഏതാണ് ഇൻഡെക്സ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐ എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ത് പറയുന്നത്, നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നതാണ് സ്കാൻഎഫ്. ഓക്കെ, ഈ സ്കാൻഎഫ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. സ്കാൻഎഫ് യൂസ് ചെയ്യുന്നത്, അതായത് പ്രിൻ്റ് എഫ് യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ സ്കാൻഎഫ് യൂസറിൻ്റെ കയ്യിൽ നിന്ന് അതായത് ഇൻപുട്ട് വാങ്ങിയിട്ട് അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കാൻഎഫ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കിയ വളരെ എളുപ്പമാണ്. ഞാനിവിടെ %d എന്ന് കൊടുക്കുന്നു, നമ്പറാണ് നമ്മൾ എന്ത് ചെയ്യാൻ യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. അതുപോലെ ഇവിടെ സ്കാൻഎഫിൽ നമ്മൾ മറക്കാതെ എന്ത് ചെയ്യണം, ആംബ്രസൻ യൂസ് ചെയ്യണം. ഓക്കെ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, വാല്യൂ സ്റ്റോർ ചെയ്യില്ല, എറർ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ അറേ ഓഫ് ഐ എന്ന് പറയുന്നതിലാണ് എന്ത് നമ്മുടെ വാല്യൂ വരുന്നത്. ഓക്കെ, ഐ എന്ന് പറയുമ്പോൾ ഇൻഡെക്സ്, അറേ ഓഫ് ഐ എന്ന് പറയുമ്പോൾ ആ ഒരു ഇൻഡെക്സിലെ വാല്യൂ. ഓക്കെ, എലമെൻറ്റ് ഏതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എന്തായിട്ടുണ്ട്, യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഓരോന്ന് വാങ്ങിക്കാനുള്ള ഇതായിട്ടാണ്, ലൂപ്പായിട്ടുണ്ട്, സ്റ്റോർ ചെയ്യാനുള്ളതായി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അതിനെ ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ളതാണ് നെക്സ്റ്റ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് പ്രിൻ്റ് എഫിൽ നമ്മൾ ഒരു കമൻറ്റ് കൂടി കൊടുക്കുകയാണ്. എന്താണ് കമൻറ്റായിട്ട് കൊടുക്കുന്നത്, ഒരു സ്ലാഷ് എന്ന് പറയുമ്പോൾ ന്യൂ ലൈനിലോട്ട് കൊടുക്കാം. എന്ത് ചെയ്യുക, എലമെൻറ്റ്സ് ഇൻ അറേ ആർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ ഓക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ജസ്റ്റ് യൂസറിന് മനസ്സിലാവും ഏതൊക്കെ എലമെൻറ്റ്സ് ആയിരുന്നു എന്ന് മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എല്ലാ എലമെൻറ്റ്സിനെയും പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോർ ലൂപ്പ് വേണം, ഓരോ അറയിലെ ഓരോ എലമെൻറ്റ്സിനെയും ട്രാവേഴ്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഐ എന്ന് പറയുന്ന വേരിയബിൾ തന്നെ യൂസ് ചെയ്യാണ്. ഐ 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ ഐ ഏത് വരെയാണ്, ലെസ് ദാൻ ഏത് വരെയാണ്, ലെസ് ദാൻ 5 വരെയാണ്. ഓക്കെ, എന്നിട്ട് I++. നെക്സ്റ്റ്
അതിനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യുക, പ്രിൻ്റ് എഫ് ആണ് യൂസർക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. % d എന്ന് പറഞ്ഞ് കൊടുക്കുന്നു, ജസ്റ്റ് ഒരു സ്പേസ് കൂടി ഇടുന്നു, കാരണം ഓരോ എലിമെൻറ്റ്സും തമ്മിലൊരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അറേ ഓഫ് ഐ എന്ന് പറയുന്ന ഇതിലാണ് ARR എന്നാണ് നമ്മുടെ അറേൻ്റെ നെയിം. അപ്പോൾ അറേ ഓഫ് ഐ എന്ന് പറയുന്നതിലാണ് എന്ത് ഉള്ളത്, നമ്മുടെ വാല്യൂ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം, എവിടെയെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡീബഗ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളോട് 0th പൊസിഷനിലുള്ള എലമെൻ്റ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് അവിടെ വാല്യൂ ഇങ്ങനെ എൻ്റർ അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, അതിന് പകരമായിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഈ ഒരു പ്രിൻ്റ് എഫ് ഉണ്ടോ, അവിടെ നമുക്കൊരു /n ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ /n കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളവിടെ ചോദിച്ചതിന് ശേഷം ഓക്കെ ഓട്ടോമാറ്റിക് എന്ത് ചെയ്തിട്ടുണ്ട്, ന്യൂ ലൈനിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ വാല്യൂ എടുക്കുന്നു, 10 എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നു. നെക്സ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അടുത്ത് 1 ഏതാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ 20 എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് 2 ഏതാണെന്ന് ചോദിക്കുന്നു, 30 ആണ്. അതുപോലെ 3 ഏതാണ്, 40 ആണെന്ന് പറയുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ 50 പുതിയ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എലമെൻറ്റ്സ് ഇൻ അറേ ആർ എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെയാണ് ആ ഒരു അറേയിലുള്ള എലമെൻറ്റ്സ് നമ്മൾ യൂസറിൻ്റെ നിന്ന് വാങ്ങി അതുപോലെ യൂസറിന് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. യൂസറിൻ്റെ നിന്ന് അറേയിൽ എലമെൻറ്റ്സ് വാങ്ങിക്കുന്നതും അതുപോലെ സ്റ്റോർ ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാൻ പോവാണ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ബി എന്ന് പറയുന്നതിൽ ഹൗ ടു റീഡ് ആൻഡ് പ്രിൻ്റ് എലമെൻറ്റ്സ് ഓഫ് എ സി അറേ ഓഫ് എനി സൈസ്. ഓക്കെ, യൂസറിൻ്റെ നിന്ന് ഇഷ്ടമുള്ള സൈസ് വാങ്ങിയിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ വാല്യൂസ് സ്റ്റോർ ചെയ്യാനും അതുപോലെ പ്രിൻ്റ് ചെയ്യിക്കാനും പോവാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഈ താഴെയുള്ളത് അതുപോലെ തന്നെ വെക്കാം, എന്നിട്ട് മുകളിലുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കാം. ഓക്കെ, താഴെയുള്ളത് നമുക്ക് ആവശ്യമുണ്ട്, പ്രിൻ്റ് ചെയ്യിക്കാൻ നമുക്ക് സെയിം തന്നെ ഇതിൽ ചെറിയ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അപ്പം ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, ഇൻ്റെ നമുക്ക് ഐ എന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് വേണം. അതുപോലെ തന്നെ എൻ എന്ന് പറയുന്ന ഒരു വേരിയബിൾ വേണം. എന്തിന്, നമ്പർ ഓഫ് എത്രയാണ് ഇതുള്ളത്, എത്ര എലമെൻറ്റ്സ് യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. ഓക്കെ, സൈസ് ഓഫ് ദ എലമെൻറ്റ്സ് അറേ. ഓക്കെ, അറേൻ്റെ സൈസ് എത്രയാണ്. ഓക്കെ, നമുക്ക് അതിന് വേണ്ടി ജസ്റ്റ് വേണമെങ്കിൽ ഒരു പ്രിൻ്റ് എഫ് ഇവിടെ കൊടുക്കാം മനസ്സിലാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ സൈസ് വാങ്ങാം. ഇൻപുട്ട് ദ സൈസ് ഓഫ് ഇൻപുട്ട് ദ സൈസ് ഓഫ് ദ അറേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ യൂസർ അത് എൻ്റർ ചെയ്യും, എത്രയാണ് സൈസ് എൻ്റർ ചെയ്യും. അപ്പോൾ ഈ സൈസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാല്യൂവിന് വാങ്ങിയിട്ട് എന്ത് ചെയ്യണം, n എന്ന് പറയുന്ന വാല്യൂവിൽ നമ്മൾ സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിനെന്താ യൂസ് ചെയ്യുക, സ്കാൻഎഫ്. ഓക്കെ, ഒരു മിനിറ്റ്, സ്കാൻഎഫ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിൽ എന്ത് ചെയ്യുക, %d എന്നാണ്, കാരണം നമ്പറാണ് നമ്മൾ വാങ്ങിക്കുന്നത്. എന്നിട്ട് കോമ ഇട്ടിട്ട് &n എന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്തായിട്ടുണ്ടാവും, വാല്യൂവിനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു അറേനെ ഡിക്ലെയർ ചെയ്യണം ഇവിടെ. ഓക്കെ, ഇൻറ്റ് അറേ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കൊടുക്കുക. എന്താണ് അറേൻ്റെ സൈസ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് 5 or 10 ഒക്കെ കൊടുക്കുന്നതിന് പകരമായിട്ട് n എന്ന് പറയുന്ന നമ്മൾ വേരിയബിൾ ഇതിലോട്ട് വെക്കുകയാണ്, ഡിക്ലെയർ ചെയ്ത് വെക്കും. ഓക്കെ, ആ ഒരു സൈസിൻ്റെ പൊസിഷനിൽ അത് വെക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താ ചെയ്യാനുള്ളത്, നെക്സ്റ്റ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു പ്രിൻ്റ് എഫ്, ഞാൻ കുറച്ച് സ്പേസ് ഇട്ട് എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പ്രിൻ്റ് എഫിൽ കൊടുക്കുക, എന്ത് ചെയ്യുക, ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം യൂസറിനോട് ഓരോ എലമെൻറ്റ്സിനെ. ഓക്കെ, ഇൻപുട്ട് അവിടെ %d എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, എലമെൻറ്റ്സ്. ഓക്കെ, %elements. ഓക്കെ, ഇൻ ദ അറേ. ഓക്കെ, അപ്പോൾ ഈ അറേയിൽ എത്ര എലമെൻറ്റ്സ് ആണ് നമ്മൾ പ്രിൻ്റ് ചെയ്യിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ജസ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ സൈസിനനുസരിച്ച് എത്ര എലമെൻറ്റ്സിനെ പ്രിൻ്റ് ചെയ്യിക്കും എന്നുള്ളത് കൂടി നമുക്ക് തൊട്ട് മുമ്പായിട്ട് പറഞ്ഞു തരും. ഓക്കെ, എന്നെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, എന്നിട്ട് ഇവിടെ സെമി കോളൻ ഇടുന്നു. ഈ നെക്സ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഫോർ ലൂപ്പാണ്. ഓക്കെ, ഈ ഫോർ ലൂപ്പിൽ യൂസറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ നേരത്തെ മേടിച്ച പോലെ ഓരോന്ന് വാങ്ങിക്കാൻ പോവാണ്. ഐ ഏതിന്ന് നമ്മൾ 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഐ ലെസ് ദാൻ എവിടെയാണ്, n വരെയാണ്. നേരത്തെ നമ്മൾ 5 എന്നാണ് കൊടുത്തിരുന്നത്, ഇപ്പോൾ n, യൂസർ എത്രയാണോ പറയുന്നത് അതാണ് നമ്മുടെ സൈസ്, അറേൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ഐൻ്റെ വാല്യൂ എന്ത് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു സെമി കോളൻ ഇടാണ്ട്, എന്നിട്ട് i++. ഓക്കെ, then എന്ത് ചെയ്യുക, സ്കാൻഎഫിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ വാല്യൂസിനുമാണ്.
ഇവിടെ നമ്മൾ ഇതിൻ്റെ നേരത്തെ ഒരു പ്രിൻ്റ് എഫ് ഇവിടെ കൊടുത്തായിരുന്നു. ആ പ്രിൻ്റ് എഫ് ആവശ്യമില്ല, ജസ്റ്റ് ഓരോ എലമെൻറ്റ് 1 2 എന്ന് കാണിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എൻ്റർ ചെയ്ത് പോയാൽ മതി. ഓക്കെ, വാല്യൂസ് ന്യൂ വാല്യൂസ് എൻ്റർ ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇവിടെ %d എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുന്നു, എന്നിട്ട് ജസ്റ്റ് കോമ, അതുപോലെ ആംബ്രസൻ എന്ത് കൊടുക്കാം, അറേ ഓഫ് ഐ, അതായത് അരയിൽ വരുന്ന അറേ ഓഫ് ഐ, ഓരോ ഐൻ്റെ പൊസിഷനിൽ വരുന്ന വാല്യൂസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പറയും, ആ എലമെൻറ്റ്സ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായി, സ്റ്റോറിങ് ആയി. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു പ്രിൻ്റ് എഫിൻ്റെ ആവശ്യം വരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, താഴെയുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ I0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അതുപോലെ I<5 എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ I<n എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, കാരണം നമ്മൾ സൈസ് യൂസറിൻ്റെ കയ്യിൽ നിന്നായിരുന്നു വാങ്ങിയിരുന്നത്. അപ്പോൾ അത്രയാണ് നമുക്ക് അവിടെ പ്രിൻ്റ് ചെയ്യിക്കാനുള്ളത്. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇൻപുട്ട് ദ സൈസ് ഓഫ് ദ അറേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ട് 6 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ 5 ആയിരുന്നു കൊടുത്തിരുന്നത്. ഞാൻ ഒരുപാട് സൈസ് കൊടുക്കുന്നില്ല, കാരണം ഇത് ഇൻപുട്ട് ചെയ്യാനും നമുക്ക് കുറേ ടൈമും ബുദ്ധിമുട്ടൊക്കെ ആവും. ഓക്കെ, നെക്സ്റ്റ് ഇൻപുട്ട് 6 എലമെൻറ്റ്സ് ഇൻ ദ അറേ. ഓക്കെ, അപ്പോൾ നമ്മളോട് എന്ത് ചെയ്യാൻ പറയുകയാണ്, 6 എലമെൻറ്റ്സ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വാല്യൂസ് 5 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. നെക്സ്റ്റ് എന്ത് ചെയ്യുക, 10 എന്ന് പറഞ്ഞു കൊടുക്കാം, 15, അതുപോലെ 20, നെക്സ്റ്റ് 25, ദെൻ 30. ഓക്കെ, ഇപ്പോൾ എത്ര എലമെൻറ്റ്സ് ആയിട്ടുണ്ട്? ഓക്കെ, ഇവിടെ 6 എലമെൻറ്റ്സ് ആയിട്ടുണ്ട്. ഓക്കെ, 6 എന്ന് പറഞ്ഞായിരുന്നു നമ്മൾ സൈസ് കൊടുത്തിരുന്നത്. അതുപോലെ നമുക്ക് 6 എലമെൻറ്റ്സ് ഇവിടെ റൈറ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു എലമെൻറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേ ചെയ്ത് കൂടി കാണിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് വേറെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്നുകൂടി റൺ ചെയ്തിട്ട് ഓക്കെ നമുക്ക് 4 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 4 എലമെൻറ്റ്സ് ഇൻ ദ അറേയിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഓക്കെ 1, അതുപോലെ 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഞാൻ 4 വാല്യൂസ് കൊടുത്തു. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എലമെൻറ്റ്സിൻ്റെ അരേ ആർ എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ കിട്ടിയിരുന്നു, 1 2 3 4 എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നമ്മൾ ബേസ് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മൾ വാല്യൂസ് ഇൻപുട്ട് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് നമ്മൾ വാല്യൂസിനെ സ്റ്റോർ ചെയ്യുന്നത്, അതുപോലെ എങ്ങനെ യൂസറിന് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കാം എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പഠിച്ചു. നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ചെയ്യാം, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു അരയിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ, പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ടൊക്കെ എന്ത് ചെയ്യാം, അപ്ഡേറ്റ്സ് ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സീ യു.